ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് റേറ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. എന്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ കൊണ്ട് എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും എല്ലാം ഒരുപാട് ഗുണമുള്ളതാണ്. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം സർവ്വസാധാരണമായിട്ടുള്ളത് തന്നെയാണ്, എല്ലാവരും വെച്ച് പിടിപ്പിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഗുണങ്ങളാണെങ്കിലോ ഒരുപാടുമാണ്. ഇതിപ്പം നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ സ്കാൽപ്പിനാണെങ്കിലും എല്ലാം മുടിയിലും ഒക്കെ വളരാനായിട്ട് വളരെ സഹായിക്കുന്നതാണ്. മുടി നല്ല കറുത്ത ഉള്ളോടുകൂടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും അങ്ങനെ ഒരുപാട് ഗുണമാണ് ഈ കറ്റാർവാഴ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് വെച്ച് ഇന്നൊരു ഓയിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കറ്റാർവാഴ ചെടി. എന്നൊക്കെ കുറച്ച് അത്യാവശ്യം കുറച്ച് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു ഇല വെട്ടിയെടുക്കുവാണ്. ഒരെണ്ണം എടുത്തു. ഞാൻ അങ്ങനെ 2 തണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കറ്റാർവാഴയുടെ 2 തണ്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലെ കറയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് വെട്ടി ഒരു 15 മിനിറ്റ് നമ്മൾ കറ കളയാനായിട്ട് വെക്കണം. ഒരു മഞ്ഞ ദ്രാവകം വരും, അത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലും അതൊരു പോയിസൺ ആണ്. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായിട്ട് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത്രയും കഷ്ണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് എണ്ണയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എത്ര കിട്ടുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ എണ്ണ എടുക്കുന്നത്. അപ്പൊ ഇനി ഇതേ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിങ്ങനെ എടുക്കുമ്പോ തന്നെ കയ്യിൽ ഇത് കണ്ടോ ഒരുതരം കിളികളാങ്ങനെ ഇരിക്കുന്നു. ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്ന് ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് കറുത്ത പാടുകളും എല്ലാം മാറാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല യൂത്ത് ആക്കാനും ഒക്കെ നമുക്ക് ഈ കറ്റാർവാഴയുടെ ഉപയോഗം സ്ഥിരമായിട്ട് എടുത്താൽ മതി. നല്ല പ്രയോജനമാണ്. അപ്പം ഞാനിതൊന്ന് അരിച്ചിട്ട് വരാം. ഞാൻ ഇത് അരിച്ചുകൊണ്ട് വന്നു. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാതാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം ഇത് എണ്ണ കാച്ചാനായിട്ട്. അപ്പം നമുക്കിത് ഒരു പാത്രം ഞാനെടുത്ത് സ്റ്റവിൽ വെക്കാം. നമുക്ക് ഈ അരച്ച് വെച്ച കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഈ ഒരു കപ്പിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് വെച്ച് കൊടുത്തു. അതുപോലെ നമ്മുടെ ഓയിലും കൂടി ഒരു കപ്പുണ്ട്, ഇതും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ തീയിൽ വെക്കരുത്, വളരെ കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് വേണം ഇത് തിളപ്പിക്കാനായിട്ട്. ഇല്ലേ പെട്ടെന്ന് അടിച്ചു കൊടുക്കും. ഇതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാൽ അടിച്ചു പിടിക്കുകയായിരുന്നു. ഇത് നമ്മുടെ മുടി വളരാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരൻ പോകാനാണെങ്കിലും തലച്ചൊറിച്ചിലും തലയൊറിച്ചിലുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ വളരെ നല്ലതാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. അതുപോലെ പലരുടെയും ഈ വകർപ്പൊക്കെ എടുക്കുമ്പോൾ അവിടെയൊക്കെ പണ്ടൊക്കെ നമുക്ക് മുടി ഒരുപാടുള്ളപ്പം വകർപ്പ് വരത്തില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വകർപ്പെടുക്കുമ്പോൾ നല്ല ഗ്യാപ്പാണ് വരുന്നത്. അതുപോലെ ആണുങ്ങൾക്കാണെങ്കിലും കഷണ്ടിക്കും അതുപോലെ കട്ടിയുള്ള മീശയ്ക്കാണെങ്കിലും ഈ താടിയൊക്കെ വളരാനും എല്ലാം നമ്മുടെ ഈ ഓയില് ഒരു 1 തേച്ചാൽ മതി. ദിവസവും തേക്കുവാണെങ്കിൽ ഒരുപാട് ഗുണമാണ്.
ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസവും ഓയിലായാലും തേക്കാറില്ല. അപ്പം ഒന്നിരാടമാണെങ്കിലും ഇത് ആണുങ്ങൾക്കാണേലും പെണ്ണുങ്ങൾക്കാണേലും കുട്ടികൾക്കും എല്ലാം നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിന് വളരെ നല്ലതായിട്ട് മുടി കൊഴിച്ചിലും താരം മാറാനും, അതുപോലെ തന്നെ നമ്മുടെ അകാല നര, ഈ പെട്ടെന്ന് കൊച്ചു പ്രായത്തിലേ തല നരയ്ക്കുന്നില്ലേ, അതൊക്കെ നരയ്ക്കാതെ സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ നമുക്ക് നരയൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ വെളുത്ത മുടിയാണെങ്കിൽ പോലും അത് കാലക്രമേണ കറുത്ത് വരും. അത്ര നല്ല ഗുണമുള്ളതാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. ഇതെല്ലാവരും വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാവരുടെയും വീടുകളിൽ കാണും, എങ്കിലും നമുക്കിതിപ്പം എല്ലാ വീടുകളിലും വരും. നമ്മൾ സാധാരണ ഓരോ റോസും ഒക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പം ചെടിച്ചട്ടിയിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നതാണ്. എണ്ണ ഇപ്പം തിളയ്ക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്ത് ഒട്ടും ഇളക്കി വെക്കരുത്. നമ്മളിങ്ങനെ ഇപ്പം പലതരം എണ്ണകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ മാറി മാറി തേക്കാം. എല്ലാവർക്കും എല്ലാ എണ്ണയും പിടിച്ചൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതാണോ ഓരോരുത്തരുടെയും സ്കാൽപ്പിന് ഏതാണ് പറ്റുന്നത് നമുക്ക് എണ്ണ തേച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഏത് എണ്ണയാണ് യോജിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. പക്ഷേ കറ്റാർവാഴ എല്ലാവർക്കും പിടിക്കുന്നതാണ്. പിന്നെ സ്കിന്നിനാണെങ്കിൽ ചിലർ പറയും ചിലർക്ക് അലർജി പ്രോബ്ലം വരുമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് അത് പിന്നെ ഉപയോഗിക്കാവുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ മുഖത്തെ കറുത്തപ്പാടുകളും കുറച്ച് വരകളും അങ്ങനെയുള്ള അതുപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഈ കറ്റാർവാഴ നമ്മൾ ദിവസവും ഒരു മോയ്സ്ചറൈസറായിട്ട് ഇടുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. അതും നമുക്ക് നല്ല ഗുണം തരുന്നതാണ്. ഈ കറ്റാർവാഴയുടെ കൂടെ പച്ചമഞ്ഞൾ അരിച്ച് വെട്ടുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ സൗന്ദര്യത്തിന് നമ്മുടെ സ്കിന്നിനാണേലും നമ്മുടെ ഹെയറിനാണേലും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും ഈ കറ്റാർവാഴ നീര് കുടിക്കുന്നതും ഒക്കെ ഒരുപാട് നല്ലതാണ്. അത് ഒരുപാട് ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ എന്തുകൊണ്ടും എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ ആ ഒരു മഞ്ഞ ദ്രാവകം പോകാനായിട്ട് വെക്കണം. അല്ലാതെ മുറിച്ച ഉടനെ തന്നെ ഉപയോഗിക്കരുത്. അത് അത് ചൊറിച്ചിലുണ്ടാക്കും, പിന്നെ അതൊരു പോയിസൺ ആണെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് നമുക്ക് തീ ഒന്നുകൂടി ഒന്ന് കുറയ്ക്കും. ഇത് നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ നിറമാകണം. ഇതിൻ്റെ ആ ഒരു ഇത് ബ്രൗൺ നിറമായി കഴിയുമ്പോഴേ നമുക്കിത് നിർത്താവുള്ളൂ. ഇതിപ്പോൾ എത്ര സമയം എന്നൊന്നില്ല, കാരണം നമ്മളിപ്പോൾ ഗ്യാസിൽ വെക്കുവാണെങ്കിൽ ആ തീയുടെ ഇതെന്ന് പറയുന്നത് ഒരു വേറെ രീതിയിലാണ്. ഇപ്പം ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തീ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര സമയം എന്ന് പറയാൻ പറ്റില്ല, ഓരോന്നിലും ഓരോ സമയമാണ്. പക്ഷേ എങ്കിലും നമുക്കിത് ഈ ബ്രൗൺ നിറമാകുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഇതിപ്പം നമുക്കിതൊരു 2 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാനുണ്ട്. ഇത് ഉണ്ടാക്കി വെച്ച് കേടാവത്തില്ല, നമുക്ക് കേടാവാതെ ഇരിക്കും. ഞാനിപ്പോൾ 2 ആഴ്ചത്തേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിന് 1 കപ്പാണ് നമുക്ക് കിട്ടിയിരുന്നത് കറ്റാർവാഴയുടെ ആ ജ്യൂസ്. അപ്പോൾ അത് തന്നെ 1 കപ്പ് തന്നെ വെളിച്ചെണ്ണയും കിട്ടും. നമ്മുടെ കറ്റാർവാഴയുടെ എണ്ണ നന്നായിട്ട് അങ്ങ് ചൂടായി എൻ്റെ കളറൊക്കെ അങ്ങ് മാറി കണ്ടോ. ഇനിയിപ്പം നമുക്കിതൊന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ നല്ല ഉണങ്ങിയ ഒരു ബൗളിലേക്ക് നമുക്കിത് അരിച്ചെടുക്കാം. ഇത് അരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഇരുമ്പിൻ്റെ കണക്കുള്ള ഒരു അരിപ്പ് വെച്ച് എടുക്കാവുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ പെട്ടെന്നങ്ങ് ഉരുകിപ്പോവും. കാണാവൂ. നമ്മുടെ എണ്ണയ്ക്കൊരു പച്ച ചേർന്ന ഒരു ബ്രൗൺ കളറാണ്. ഞാനിതിന് എടുത്തിരിക്കുന്നത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. നമ്മളെല്ലാവരും അത് മാക്സിമം അതെടുക്കാൻ ശ്രമിക്കണം. ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരു നല്ല ഗുണമാണ്. കേൾക്കണ്ട, ഇതാണ് നമുക്ക് കിട്ടിയ നമ്മളുണ്ടാക്കിയ വെളിച്ചെണ്ണ.
അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ തലയിലെ താരൻ മാറാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒട്ടും കൊഴിച്ചിലില്ലാതെ നല്ല കട്ടിയുള്ള മുടി ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ അകാലം നരയ്ക്കും. ഇത് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാര് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്തും പിന്നെ കമന്റ് ചെയ്തും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.